നമസ്തേ, ഏവർക്കും രഞ്ജിനി വിനോദ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് തൃശൂർ ജില്ലയിൽ പുത്തൻചിറയിൽ സ്ഥിതി ചെയ്യുന്ന തൃച്ചക്രപുരം ക്ഷേത്രത്തിലാണ്. സുദർശന ചക്രം പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള ഒരു അതിപുരാതന ക്ഷേത്രമാണിത്. വൈഷ്ണവ ചൈതന്യത്തോടൊപ്പം ശൈവ ചൈതന്യവും ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയ്ക്കുണ്ട് എന്നുള്ളത് ഒരു വലിയ പ്രത്യേകതയാണ്. അത് ഒരു വലിയ അപൂർവതയുമാണ്. ഈ അതിപുരാതന ക്ഷേത്രത്തിനെ കുറിച്ച് ആ സർവേശ്വരന്റെ അനുഗ്രഹത്തോടുകൂടി നമുക്കിന്ന് പറഞ്ഞു തുടങ്ങാം. തൃശൂർ ജില്ലയിൽ പുത്തൻചിറ എന്ന ഗ്രാമത്തിൽ ശ്രീ തൃച്ചക്രപുരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഇരിങ്ങാലക്കുടയിൽ നിന്നും 10 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് അപൂർവതകൾ ഏറെയാണ്. നൂറ്റാണ്ടുകളുടെ പൗരാണികത അവകാശപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത് പരശുരാമ മഹർഷിയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. വൈഷ്ണവ ചൈതന്യമുള്ള സുദർശന ചക്ര പ്രതിഷ്ഠ പല ക്ഷേത്രങ്ങളിലും കണ്ടിട്ടുണ്ടെങ്കിലും ശൈവ വൈഷ്ണവ ശക്തി സമന്വിതമായ സുദർശന ചക്ര പ്രതിഷ്ഠ ഈ പുരാതന ക്ഷേത്രത്തിന് മാത്രം അവകാശപ്പെട്ട ഒരു അപൂർവതയാണ്. ദേവന്മാരെ സകല ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കുവാനായി മഹാദേവൻ മഹാവിഷ്ണു ഭഗവാന് സുദർശന ചക്രം സമ്മാനിച്ചുവെന്നും ആ സന്ദർഭത്തിലെ ചൈതന്യമാണ് ഇവിടെ കുടികൊള്ളുന്നത് എന്നാണ് ഐതിഹ്യം പറയുന്നത്. അതിനാൽ തന്നെ മഹാദേവനും മഹാവിഷ്ണുവിനും തുല്യ പ്രാധാന്യമാണ് ഇവിടെ നൽകിപ്പോരുന്നത്. കിഴക്ക് ദർശനമായി നിലകൊള്ളുന്ന ക്ഷേത്രം അതിൽക്കകം വിശാലമാണ്. ഗ്രാമീണതയുടെ സൗന്ദര്യം നിറഞ്ഞ ക്ഷേത്ര കാഴ്ചകൾ പൗരാണികതയുടെ പ്രൗഢിയും പ്രവഹിപ്പിക്കുന്നുണ്ട്. കിഴക്ക് ഭാഗത്ത് ഗോപുരം കടന്ന് താഴോട്ട് ഇറങ്ങിച്ചെന്നാൽ അതിവിശാലമായ ക്ഷേത്രക്കുളം കാണാം. കിഴക്ക് ഭാഗത്ത് നിന്നും ക്ഷേത്രത്തിലേക്ക് കയറ്റമാണ്. ദീപസ്തംഭം, കൊടിമരം, ബലിക്കൽപുര, ബലിക്കല്ല്, ചുറ്റമ്പലം, കിഴക്കും പടിഞ്ഞാറുമുള്ള ഗോപുരങ്ങൾ എന്നിവ കടന്ന് നാലമ്പലത്തിലേക്ക് എത്തിച്ചേരുന്നു. നാലമ്പല കാഴ്ചകൾ ലളിത സുന്ദരമാണ്. വട്ടശ്രീകോവിലിൽ കിഴക്ക് ദർശനമായി വൈകുണ്ഠനാഥന്റെ തൃക്കൈകളിൽ ജ്വലിക്കുന്ന ദിവ്യായുധമായ സുദർശന ചക്രം പരിശോഭിക്കുന്നു. വാൽക്കണ്ണാടി രൂപത്തിലുള്ള കല്ലിൽ ചക്രരൂപം കുഴിച്ച് ഉണ്ടാക്കിയതാണ് ശൈവ വൈഷ്ണവ ചൈതന്യം നിറഞ്ഞ പ്രധാന പ്രതിഷ്ഠ. മഹാവിഷ്ണുവിന് മാത്രമാണ് ഇവിടെ പൂജ നടക്കുന്നത്. എങ്കിലും ബിംബത്തിൽ ചാർത്തിയ പ്രധാന ആഭരണം ശൈവ ചിഹ്നമായ ചന്ദ്രക്കലയാണ്. എന്നാൽ കൂവളത്തില ഒഴികെ ശിവന് ചെയ്യുന്ന ഏത് വഴിപാടും ഈ ബിംബത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. രാവിലെ ഉഗ്രസ്വരൂപമായ മഹാസുദർശനമൂർത്തിയായും വൈകിട്ട് ശാന്തസ്വരൂപനായും ഇവിടെ ഭഗവാൻ പരിലസിക്കുന്നു. ഷഡ്കോണാകൃതിയിൽ പ്രകാശിക്കുന്ന സുദർശന ചക്രത്തിന്റെ ദിവ്യ ദർശനം സർവഭയവും ഇല്ലാതെയാക്കി ഊർജവും ആത്മധൈര്യവുമാണ് സമ്മാനിക്കുന്നത്. രാവിലെ വിവിധ ദിവ്യായുധങ്ങൾ എന്തിയ 16 തൃക്കൈകളോടും കത്തിജ്വലിക്കുന്ന കേശത്തോടും തൃക്കണ്ണുകളോടും പുറത്തേക്ക് നീട്ടിയ ദംഷ്ട്രകളോടുമായി അത്യുഗ്രഭാവത്തിലുള്ള മഹാസുദർശന മൂർത്തിയായിട്ടാണ് ഇവിടെ ഭഗവാൻ കുടികൊള്ളുന്നത്. അങ്ങനെയുള്ള മഹാവിഷ്ണു ഭഗവാനാണ് ഇവിടെ പൂജകൾ രാവിലെ നടക്കുന്നത്. അതിനാൽ നെയ്പായസവും വാസനാ പുഷ്പങ്ങളും ഒന്നും രാവിലെ പൂജയ്ക്ക് ഉപയോഗിക്കാറില്ല. അത്താഴ പൂജയ്ക്ക് നെയ്പായസം നേദിക്കാറുണ്ട്. ദീപവും മണിനാദവും ഇല്ലാതെ കൈമുദ്ര ഉപയോഗിച്ചാണ് അത്താഴ പൂജ ഇവിടെ ചെയ്യാറുള്ളതത്രേ. അമ്പലക്കുളത്തിലും തീർത്ഥക്കുളത്തിലും കുളിച്ചു ശുദ്ധി വരുത്തിയിട്ട് വേണം ശാന്തിക്കാർ ശ്രീകോവിലേക്ക് പ്രവേശിക്കേണ്ടത് എന്നൊക്കെയാണ് നിയമം. അത്രയും ചൈതന്യവും പ്രത്യേകതയും ഇവിടുത്തെ മൂർത്തിക്കുള്ളതിനാൽ പല നിഷ്ഠകളും ഈ ക്ഷേത്രത്തിൽ പരിപാലിക്കപ്പെടുന്നു. ഇവിടുത്തെ വട്ടശ്രീകോവിലിന് ചുറ്റുമുള്ള അത്യപൂർവ ചുമർ ചിത്രങ്ങൾ കാണേണ്ട കാഴ്ച തന്നെയാണ്. ഏകദേശം 1 വർഷം മുമ്പ് ഈ ചുമർ ചിത്രങ്ങൾക്ക് നവീകരണം നടന്നതിനാൽ ഇപ്പോൾ അതീവ ഭംഗിയോടെയും പൂർണ്ണതയോടെയും മിഴിവോടെയുമാണ് ഈ ചുമർ ചിത്രങ്ങൾ നിലകൊള്ളുന്നത്. നാലമ്പലത്തിനകത്ത് ശാസ്താവും ഗണപതിയും ഉപദേവതമാരായി കുടികൊള്ളുന്നുണ്ട്. നാലമ്പലത്തിനു പുറത്ത് രക്ഷസും ഭദ്രകാളിയമ്മയും നാഗത്തന്മാരും ഈ ക്ഷേത്രഭൂമിയിൽ കുടികൊള്ളുന്നു.
ഇവിടെ വാഴും ഭഗവാന് ഏറെ ഇഷ്ടമുള്ള വഴിപാടായ പന്തീരുനാഴി ശർക്കര പായസം ഉഷനിവേദ്യ സമയത്താണ് നേദിക്കുന്നത്. ശ്രീകോവിലിനു മുമ്പിലായി നമസ്കാര മണ്ഡപമുണ്ട്. ശൈവശക്തിയും വൈഷ്ണവ ശക്തിയും സമ്മേളിക്കുന്ന ഈ ക്ഷേത്രം ഇരട്ടകളുടെ സമുച്ചയമാണ്. 5 മനകൾ ഊരാള സ്ഥാനത്തുള്ള ഒരു ക്ഷേത്രമാണിത്. എന്നാൽ ഈ ഊരായ്മക്കാർ 2 ഗ്രാമക്കാരാണ്. ഇരിങ്ങാലക്കുട ഗ്രാമക്കാരായ പാമ്പുമേക്കാട്, താനിയിൽ, മതിയത്ത് എന്നീ മനകളും പെരുവനം ഗ്രാമക്കാരായ പള്ളത്തേരി, മേക്കാളി, ആലേക്കാട് എന്നീ മനകളും ഈ ക്ഷേത്രത്തിന്റെ ഊരാള സ്ഥാനം അലങ്കരിക്കുന്നു. കിഴക്കിനിയേടത്ത് മേക്കാട് മനയും കിടങ്ങശ്ശേരി തരണനെല്ലൂർ മനയും 2 തന്ത്രിമാരാണ്. കഴകവും 2 കുടുംബങ്ങൾക്കാണ്. 2 തിടപ്പള്ളിയും 2 തീർത്ഥക്കുളവും ഇവിടെയുണ്ട്. കാലത്ത് തെക്കേ തിടപ്പള്ളിയിലും വൈകിട്ട് വടക്കേ തിടപ്പള്ളിയിലും നേദ്യം തയ്യാറാക്കുന്നു. ഇങ്ങനെ ഒത്തിരി പ്രത്യേകതകൾ ഈ പുരാതന ക്ഷേത്രത്തിനുണ്ട്. കൊച്ചിയും തിരുവിതാംകൂറും അതിർത്തി പങ്കിട്ടിരുന്ന പുത്തൻചിറയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നതും ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. സാമൂതിരിയുടെ പടനീക്കത്തിനെതിരെ കൊച്ചിയും തിരുവിതാംകൂറും ഒരുമിച്ച് യുദ്ധം ചെയ്യുകയും വിജയിക്കുകയും ചെയ്തു. ഈ സന്തോഷത്തിൽ കൊച്ചി രാജാവ് തിരുവിതാംകൂർ പടത്തലവനായിരുന്ന ദിവാൻ അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയ്ക്ക് പുത്തൻചിറ എഴുതി കൊടുത്തു. ദളവ ഇത് തിരുവിതാംകൂറിന് സമ്മാനിച്ചു. ദളവ പുത്തൻചിറയിൽ ഉള്ളപ്പോൾ ശത്രുനാശകനായ സുദർശനമൂർത്തി കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുമായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. ചേര സാമ്രാജ്യത്തിന്റെ അധപതനത്തിനു ശേഷം കൊടുങ്ങല്ലൂർ രാജവംശവും ഈ ദേശം ഭരിച്ചിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. തിരുവിതാംകൂർ രാജാവ് നൽകിയ താഴികക്കുടമാണത്രേ ഇപ്പോഴും ഇവിടെയുള്ളത്. ബുദ്ധൻ ചിറയാണ് പുത്തൻ ചിറയായത് എന്നും ഒരു വാദം നിലനിൽക്കുന്നുണ്ട്. ചിലപ്പോൾ പണ്ട് കാലത്ത് ഈ പ്രദേശത്ത് നിലനിന്നിരുന്ന ബുദ്ധമതത്തിന്റെ സ്വാധീനമാവാം അത്തരമൊരു വാദത്തിന് കാരണം എന്നും പറയപ്പെടുന്നു. മകരത്തിൽ വെളുത്തവാവ് ആറാട്ടായി 8 ദിവസത്തെ തിരുവുത്സവം ഇവിടെ ആണ്ടുവിശേഷമായി ആചരിക്കുന്നു. ഉത്സവകാലത്ത് വലിയ വിളക്ക് ദിവസം ഭഗവാന്റെ കിഴക്കോട്ടുള്ള എഴുന്നള്ളിപ്പ് പണ്ടുകാലത്ത് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുവാൻ വിലക്കുകളുള്ള ഭക്തജനങ്ങൾക്ക് ദർശനം ലഭിക്കുവാനുള്ള അവസരമായിട്ടാണത്രേ നടത്തിയിരുന്നത്. പള്ളിവേട്ട ദിവസം ഭഗവാന്റെ ദർശനത്തിന്റെ എതിർദിശയിലേക്ക്, അതായത് പടിഞ്ഞാറോട്ടുള്ള പള്ളി നായാട്ട് എഴുന്നള്ളിപ്പ് ഒരു അപൂർവതയാണ്. ഇതിനു മുന്നോടിയായി ത്രിചക്രപുരത്തപ്പനെ എതിർദിശയിലേക്ക് എഴുന്നള്ളിച്ചിരുത്തിയിട്ട് നടത്തുന്ന വലിയ പാണിയും ഏറെ സവിശേഷത അർഹിക്കുന്നു. അതീവ വിപുലമായിട്ടാണ് ഈ തിരുവുത്സവം ഭക്തജനങ്ങൾ കൊണ്ടാടാറുള്ളത്. ചിങ്ങത്തിലെ ഇല്ലം നിറ, അഷ്ടമിരോഹിണി, കുംഭത്തിലെ ഉത്രട്ടാതി പ്രതിഷ്ഠാദിനം, കളഭം, ശിവരാത്രി എന്നിവയെല്ലാം മറ്റ് ആണ്ടുവിശേഷങ്ങളാണ്. ശൈവശക്തി കുടികൊള്ളുന്ന ഇവിടെ പ്രദോഷവും അതിപ്രാധാന്യമുള്ളതാണ്. 2 പൂജകൾ നിത്യേന നടക്കുന്ന ഈ ക്ഷേത്രത്തിൽ സുദർശന ഹോമം, മൃത്യുഞ്ജയ ഹോമം, അർച്ചനകൾ, നിവേദ്യങ്ങൾ, പൂജകൾ എന്നിങ്ങനെ ഒത്തിരി വഴിപാടുകളുണ്ട്. ശത്രുദോഷങ്ങൾ മാറുവാനും രോഗവിമുക്തിക്കും ആയുരാരോഗ്യത്തിനും സർവ ഐശ്വര്യത്തിനും ഈ ക്ഷേത്ര ദർശനം അതിശ്രേഷ്ഠമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. 2 തന്ത്രിമാർ ഒന്നിടവിട്ട വർഷങ്ങളിലാണ് ഇവിടെ താന്ത്രിക കർമ്മം നിർവഹിക്കുന്നത്. ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് ടിപ്പുവും സൈന്യവും ഇവിടെ എത്തിയപ്പോൾ ഭഗവാന്റെ ശക്തി വിശേഷത്തിനു മുമ്പിൽ അടിയറവ് പറഞ്ഞ് തിരിച്ചുപോയ ചരിത്രവും ഈ പുണ്യക്ഷേത്രത്തിന് പറയുവാനുണ്ട്. അധർമ്മത്തെ ഇല്ലാതെയാക്കി ധർമ്മത്തെ സംരക്ഷിക്കേണ്ടി വരുന്ന നിർണായക ഘട്ടങ്ങളിലൊക്കെ വൈകുണ്ഠനാഥന്റെ തൃക്കൈകളിൽ സുദർശന ചക്രം പ്രത്യക്ഷപ്പെടാറുണ്ട്. പ്രപഞ്ച പരിപാലനത്തിനായി സച്ചിദാനന്ദ സ്വരൂപന്റെ തൃക്കൈകളിൽ സദാ സജ്ജമായ ചക്രായുധത്തിനെ കാലചക്രമായും ഉപമിക്കാറുണ്ട്. അതിമനോഹരമായ വിരലുകളാൽ ഭഗവാൻ ആ കാലചക്രത്തിനെ ഒരു ദൗത്യത്തിനായി നിയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ പിടിയിൽ നിന്നും ഈ പ്രപഞ്ചത്തിൽ പിറവിയെടുത്ത ഒന്നിനും രക്ഷപ്പെടുവാൻ സാധ്യമല്ല തന്നെ.
ദേവശില്പിയായ വിശ്വകർമാവിനാൽ നിർമ്മിതമായ 1000 കോടി സൂര്യ തേജസ്സുള്ള കൊടുങ്കാറ്റിനേക്കാൾ വേഗത്തിൽ ദശലക്ഷക്കണക്കിന് യോജനകൾ സഞ്ചരിക്കുവാൻ പ്രാപ്തമായ, തിന്മയെ ഇല്ലാതെയാക്കി നന്മയെ പുനഃസ്ഥാപിക്കുവാൻ എപ്പോഴും ജാഗരൂകമായ സുദർശന ചക്രം പ്രതിഷ്ഠിതമായ ഈ അതിപുരാതന ക്ഷേത്രം ഒരു വേറിട്ട അനുഭവം തന്നെയാണ്. ശൈവ വൈഷ്ണവ ശക്തികൾ സമന്വയമായി പ്രകാശിക്കുന്ന ഈ പുരാതന ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരണമെന്ന് ഏറെ നാളായി ആഗ്രഹിച്ചതാണ്. ഇന്ന് സർവേശ്വരൻ ഇവിടെ എത്തിച്ചിരിക്കുന്നു. അലൗകികമായ ഊർജപ്രവാഹം നിറച്ചു വച്ചിരിക്കുന്ന ഈ പുണ്യപുരാതന ഭൂമിക്ക് ശതകോടി സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. അപൂർവതകളാൽ സമ്പന്നമായ ഈ പുണ്യ പൈതൃക ഭൂമി വന്നു കണ്ട് തൊട്ടറിയേണ്ടത് തന്നെയാണ്. ഇന്ന് ഉച്ചരിച്ച അക്ഷരങ്ങൾ സുദർശനമൂർത്തിയുടെ പൊന്നു തൃപ്പാദങ്ങൾക്ക് അർച്ചനയായി സമർപ്പിച്ചുകൊള്ളുന്നു. ഏവർക്കും സർവമംഗളങ്ങൾ ആശംസിക്കുന്നു. ഓം നമോ ഭഗവതേ മഹാസുദർശനായ. ഓം നമോ നാരായണായ. ഓം നമഃ ശിവായ.